ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്. ഇതിൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ കാണാം ഒരു ബ്ലൂ ഒരു റൗണ്ടായിട്ട് നമ്മുടെ ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് പലർക്കും അറിയില്ല. വാട്സപ്പ് അപ്ഡേഷൻ ചെയ്തു വരുന്നവർക്കാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഇന്നലെ മുതൽ ഇത് കാണപ്പെട്ടു, മറ്റേ പറഞ്ഞിട്ട്. പക്ഷേ ഞാനിത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഹായ് അയച്ചെടുത്തു നോക്കി. അപ്പോൾ അവരതിനെ റീപ്ലൈ തന്ന് ഇതെന്താണെന്നും എങ്ങനെയാണ് ഉള്ള ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് അതൊരു AI സംവിധാനമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മുടെ ഒരു ചാറ്റ് ബോക്സ് മാതിരി നമുക്കിത് ഉപയോഗിക്കാം. നമ്മൾ ഗൂഗിളും അതേമാതിരി ക്രോമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഓരോന്ന് സെർച്ച് ചെയ്യുന്ന മാതിരി നമുക്ക് ഈ മെറ്റാ AI വെച്ച് സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് അടിച്ചു നോക്കി, പക്ഷേ ഇതിൽ കണ്ടില്ല. പക്ഷേ ഗൂഗിളിലൊക്കെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ കിട്ടും. ഇതിൽ പക്ഷേ ആ ഒരു സംവിധാനം കണ്ടില്ല. അത് AIയുടെ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. പലരും AIനെ പറ്റി പൊക്കിയടിക്കുന്നുണ്ട്, മെറ്റാ AI ആനയാണ് ചേനയാണെന്നൊക്കെ. പക്ഷേ ഇതൊരു പോരായ്മയാണ്. കാരണം ഗൂഗിളിലൊക്കെ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഇതിലേക്ക് ഡയറക്റ്റ് നമ്മുടെ പേജിലേക്കാണ് കയറി വരിക. പിന്നീട് ഞാൻ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ എലിഫൻറ്റ് എന്ന് അടിച്ചു കൊടുത്തു, ഇമേജ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ നമുക്ക് അയച്ചു തന്നത് ഏഷ്യൻ ആന അല്ല, വേറെ ഏതോ ആനൻ്റെ ഇമേജാണ്. അപ്പോൾ ഇതൊരു പോരായ്മയാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആനകളുടെ പിക്ചേഴ്സാണ് നമുക്ക് കിട്ടുക, അല്ലാതെ പുറത്തത്തെ എവിടുത്തേലും ആനകളുടെ ഫോട്ടോസല്ല നമുക്ക് കിട്ടുക. അപ്പോൾ ഇതും ഈ വാട്സപ്പ് AIയുടെ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഇവർ കമ്പനി ഇതിൽ അവകാശപ്പെടുന്നത് നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അതിന് ഉള്ള ഗൂഗിളിൽ ഉള്ള അതേമാതിരി മറ്റ് ബ്രൗസറുകളിൽ പോലെ ക്രോം അങ്ങനെയുള്ള ബ്രൗസറുകളിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ലഭിക്കും എന്നാണ് പറയുന്നത്. ഇത് നല്ലൊരു അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഒരു പോരായ്മകളാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരും ഈ ഒരു AIനെ പറ്റിയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടാവുക. പക്ഷേ ഇവർ പറയുന്നത് ഇതിനെക്കുറിച്ചെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തരിക. പക്ഷേ ഇതിൻ്റെ പോരായ്മകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസ് നമ്മളെ ഗാലറിയിലൊക്കെ എത്തുന്നുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ ചൂണ്ടിക്കാണിച്ച AIയുടെ പോരായ്മകൾ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.